നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ജൂൺ 21 സംഭവിക്കുന്ന വ്യാഴവക്രം ചില നക്ഷത്രജാതകരെ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഈ നക്ഷത്രജാതകർ ധർമ്മദൈവത്തെ ആരാധിച്ച് യഥാവിധി വഴിപാടുകൾ അർപ്പിച്ച് ഭാഗ്യം അനുഭവിക്കാം. ജൂൺ 21 ശേഷം ഈ നക്ഷത്രജാതകരുടെ പാപങ്ങൾ നശിച്ച് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. ഇനിയുള്ള എല്ലാ ദിവസവും രാവിലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു വണങ്ങിയാൽ ഈ ഒരു ജന്മത്തിൽ സകല തടസ്സവും മാറി ഐശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരും. നിങ്ങളുടെ പൂർവികർ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായി പൂജിച്ചു വന്നിരുന്ന രണ്ടും നിങ്ങളുടെ ധർമ്മദൈവങ്ങളാണ്. കുടുംബത്തെ സംരക്ഷിക്കുന്നത് ആ ദൈവങ്ങളാണ്. അതാണ് വിശ്വാസം. അതുകൊണ്ട് പ്രധാന വഴിപാടുകൾ കുലദൈവത്തെ അല്ലെങ്കിൽ ധർമ്മദൈവത്തിനോടുള്ള പ്രധാന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അത് മുടങ്ങരുത്. ധർമ്മദൈവത്തെ അറിയില്ലെങ്കിൽ ഭദ്രകാളിയെ ധർമ്മദൈവമായി സങ്കല്പിച്ച് ഉപാസിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. ജൂൺ 21 ശേഷം സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്താനലബ്ധിക്കും മുത്തുമാരിയമ്മയെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ എപ്പോഴെങ്കിലും പാലക്കാട് മുത്തുമാരി അമ്മൻ കോവിലിലും അതുപോലെ സമയപുരം മുത്തുമാരിയമ്മൻ കോവിലിലും സന്ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. സമ്പൽ സമൃദ്ധിയിലേക്ക് സകല തടസ്സവും മാറി ജീവിതത്തിൽ വിജയം കൊണ്ടാടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അന്നപൂർണേശ്വരിയായ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അവിഷ്ട വരദായിനിയും ത്രിപുര സുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയുടെ പക്കൽ നിങ്ങൾ ചെല്ലുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ജീവിത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യമാകും. ജൂൺ 21 ശേഷം വ്യാഴവക്രം സംഭവിക്കുമ്പോൾ ചില നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കൊടുമുടി തന്നെ കീഴടക്കുവാൻ സാധ്യമാകും. ആ നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് അറിയാം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വന്നു നിറയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. സമൃദ്ധിയുടെ കാലഘട്ടമാണ്. ഒത്തിരി ഭാഗ്യം, ഒത്തിരി ജീവിത വിജയങ്ങൾ, ലോട്ടറി ഭാഗ്യം എന്നു വേണ്ട സകലതിലും ഈ നക്ഷത്രജാതകർ ഉയർച്ചയിൽ എത്തും. ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ട്. നന്നല്ല ശത്രുക്കൾ. കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് സ്നേഹസമൃദ്ധികൾ, അതായത് ഐക്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. ഇവർക്ക് ധനലാഭമുണ്ട്. സുഖാനുഭവം വന്നുചേരും. ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാര സുക്താർച്ചന നടത്തുക. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം, തൃക്കൈവണ്ണ എന്നീ വഴിപാടുകൾ മകം നക്ഷത്രജാതകർ നടത്തണം. ഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. എല്ലാ രീതിയിലും സമൃദ്ധി ഉണ്ടാകും. ധാരാളം ധനം വന്നു ചേരും. വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. ധനസമൃദ്ധി കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് എല്ലാം കീഴടക്കുവാൻ സാധ്യമാകുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവം ഒത്തിരി ഉണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. ശത്രുക്കൾ കുറയും. നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾക്ക് ഇടവരും. കൂടുതൽ ഗുണാനുഭവങ്ങൾക്ക് ദേവാലയ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുക. അവിടെ പാൽപ്പായസം നടത്തുക. ഈ നക്ഷത്രജാതകർ ഉയർച്ചയാണ്.
വലിയ വലിയ ഉയർച്ചയാണ് പൂരം നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത്. സൗഭാഗ്യത്തിൻ്റെ നാളുകൾ മുറുകെ പിടിക്കുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടം ഒരുപാട് ദുഃഖാനുഭവങ്ങളുടെയായിരുന്നു. ഒത്തിരി പേരുദോഷങ്ങൾ ഈ നക്ഷത്ര ജാതകർ കേട്ടിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിന് പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിയമകാര്യങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്ന് വേണ്ട സകലവിധ തടസ്സങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ധന അഭിവൃദ്ധി, ഭാഗ്യങ്ങൾ വന്നു ചേരും. എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുക. ശ്രീകൃഷ്ണസ്വാമിക്ക് കദളിപ്പഴം, തൃക്കൈവണ്ണ, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തി മുന്നോട്ട് തന്നെ പോകുക. ധന അഭിവൃദ്ധി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഒത്തിരി വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഗുണാനുഭവങ്ങൾ. ധനപരമായി നേട്ടം, ആരോഗ്യം മെച്ചപ്പെടും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതെല്ലാം തടസ്സമെല്ലാം അകന്ന് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം വിജയത്തിൽ കൊണ്ടെത്തും. എല്ലാ രീതിയിലും വിജയമാണ്. സ്ത്രീകൾ കാരണം കലഹങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപവാദങ്ങളുണ്ടാവാൻ സാധ്യതയേറെയാണ്. അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് തന്നെ കുതിക്കുക. അല്ലെങ്കിൽ ചില പേരുദോഷങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ദോഷപരിഹാരത്തിനായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന, അതുപോലെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, അതുപോലെ നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുക. അതും ജന്മനക്ഷത്ര ദിവസം നടത്തണം. ഭാഗ്യം ഒത്തിരിയുണ്ടാകും. ജീവിതത്തിൽ വിജയമുണ്ടാകും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. കർമ്മരംഗത്ത് വിജയമുണ്ടാകും. സാമ്പത്തികമായി ഒരുപാട് നേട്ടമുണ്ടാകും. ധനലാഭമുണ്ടാകും. ഗുണാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യന് കുമാരസുക്ത പുഷ്പാഞ്ജലി, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, കദളിപ്പഴം, തുളസിമാല എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്യുക. ജീവിതത്തിൽ വിജയമുണ്ടാകുന്ന സമയമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടം ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. കാലം അനുകൂലമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. ശത്രുക്കൾ കുറയും. പല കാര്യങ്ങളും സാധിക്കും. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് പ്രമോഷൻ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നും സഹകരണം വർദ്ധിക്കും. കലഹങ്ങളൊന്നുമില്ലാതെ ഇനിയുള്ള നാളുകൾ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും. ദോഷപരിഹാരത്തിനായി ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, തുളസിമാല, കദളിപ്പഴം, ഏറ്റവും വിശിഷ്ടമായ കദളിപ്പഴം വഴിപാടുകൾ ആയി അർപ്പിക്കുക. അടുത്ത നക്ഷത്രം ഒത്തിരി ദോഷങ്ങൾ സംഭവിച്ച, ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ച, ജീവിതം എന്നും അവർക്കൊരു കീറാമുട്ടിയായ, പറയാൻ ഒട്ടനവധി പ്രാരാബ്ധങ്ങളുള്ള ആ നക്ഷത്രം മൂലം നക്ഷത്ര ജാതകരാണ്. അവർക്കും ഇനി അങ്ങോട്ട് സാമ്പത്തിക നില മെച്ചപ്പെടും. പ്രതാപം ഉണ്ടാകും. അധികാര പ്രാപ്തി ഉണ്ടാകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തും. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ ഇടവരും. കൂടുതൽ യാത്രകൾക്ക് അവസരം ലഭിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിക്കും. അപ്രതീക്ഷിതമായി ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ലോട്ടറി ഭാഗ്യവും കാണുന്നു. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ വിഷമങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അതൊക്കെ മാറുകയാണ്. ദോഷപരിഹാരത്തിനായി ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാമൃത അഭിഷേകം, നാരങ്ങ മാല,
എന്നീ വഴിപാടുകളൊക്കെ നടത്തി ഈ നക്ഷത്രജാതകർ മുന്നോട്ട് കുതിക്കുക ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. നക്ഷത്രജാതകർ ഇവരാണ്. മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം എന്നീ 7 നക്ഷത്രജാതകർക്ക് 2021 ജൂൺ 21 സംഭവിക്കുന്ന വ്യാഴവക്രം ഈ നക്ഷത്രജാതകരെ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. അവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അതുലിത ബലധാമം